വാർത്തകൾ തുടരുന്നു. NSS വിദ്യാർത്ഥികൾക്ക് വിനോദവും വിജ്ഞാനവും പകർന്നു നൽകി സംഘടിപ്പിച്ച പ്രത്യേക സന്ദർശനം കുട്ടികൾക്ക് കൗതുകമായി. തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായുള്ള സപ്തദിന ക്യാമ്പിന്റെ സമാപന ദിവസമാണ് സൗജന്യ കുതിരസവാരി, താമരത്തോട്ടം, പഴയകാല ആയുധങ്ങളുടെ മാതൃക പരിചയപ്പെടുത്തൽ തുടങ്ങിയവ സംഘടിപ്പിച്ചത്. 7 ദിവസം നീണ്ടുനിന്ന NSS ക്യാമ്പിന്റെ സമാപന ദിവസം പഴയകാല ആയുധങ്ങളുടെ മാതൃക നിർമ്മിച്ചതും സൗജന്യ കുതിരസവാരി ഒരുക്കിയതും വിദ്യാർത്ഥികളിൽ കൗതുകമുയർത്തി. പത്രദൃശ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ ടിൻസ് എം തോമസ് ആണ് പ്രത്യേക സന്ദർശനം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയത്. ഗജമുഖ കണ്ണാടി എന്ന് പറഞ്ഞ കണ്ണാടിയുണ്ട്. അതായത് രാജാക്കന്മാരൊക്കെ അവരുടെ അന്തപുരത്തിൽ സൂക്ഷിച്ചിരുന്ന കണ്ണാടി. അതിന്റെ പ്രത്യേകത വെച്ചാൽ ഗജമുഖം എന്ന് പറഞ്ഞാൽ ആനയുടെ കൊമ്പ് പോലെ, ഇത് കുറച്ച് ഡാമേജ് ആണ്. പഴശ്ശിയുദ്ധത്തിന് ഉപയോഗിച്ച ബ്രിട്ടീഷ് കാലത്തെ നിറത്തോക്ക്, ചൈനക്കാർ 3-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ആദ്യത്തെ മെഷീൻ ഗൺ, 2 ബ്ലേഡുള്ള ഉറുമി, വാൾ, പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആനക്കൊമ്പിൽ തീർത്ത ഗജമുഖ കണ്ണാടി, പഞ്ചാബികൾ കണ്ടുപിടിച്ച ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ നീളമുള്ള നിറത്തോക്ക് തുടങ്ങി പഴയ കാലത്തെ നിരവധി ആയുധങ്ങളുടെ മാതൃക ടിൻസ് നിർമ്മിച്ചിട്ടുണ്ട്. ടെറസിന്റെ മുകളിലുള്ള 100-ലധികം വെറൈറ്റിയിലുള്ള താമര കൃഷിയെക്കുറിച്ചും തന്റെ 6 വയസ്സുള്ള ദാവൂസ് എന്ന കുതിരയുടെ വിശേഷങ്ങളും വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ഈ ഒരു സന്ദർശനം വിദ്യാഭ്യാസപരമായും വിനോദപരമായും ഒരുപോലെ പ്രയോജനകരമായെന്നും പുതുമയാർന്ന അറിവും ആവേശവും ലഭിച്ചെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പിന്നെ അങ്ങക്ക് കുറെ കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ അങ്ങ് കാണാൻ പറ്റി. പിന്നെ കുറെ പണ്ട് കാലത്തെ ആയുധങ്ങള്, തോക്ക്, അങ്ങനെ കുറെ അമ്പ്, മീൻ പിടിക്കണ കുറെ സാധനങ്ങള്, അതൊക്കെ അങ്ങക്ക് കാണാൻ പറ്റി. പിന്നെ അങ്ങക്ക് 100 ഐറ്റംസ്, അങ്ങക്ക് കുറെ താമരകൾ കാണാൻ പറ്റി. നല്ല വെറൈറ്റി മോഡലുകൾ, അതെങ്ങനെ അതിന്റെ വിത്ത് അങ്ങനെ ഉണ്ടാക്കണത് കാര്യങ്ങള്. പിന്നെ അത് അങ്ങക്ക് നല്ല അടിപൊളി കുതിരനെ കാണാൻ പറ്റി. സിനിമയിലൊക്കെ ഉണ്ടായിന് കുതിരേനി. അപ്പം അടിപൊളി, എല്ലാവരും നല്ല സന്തോഷത്തിൽ അങ്ങക്ക് കുതിരന്റെ മേലെ കയറാനൊക്കെ പറ്റി. തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂളിലെ PTA അംഗങ്ങളാണ് ഇത്തരത്തിൽ ഒരു സന്ദർശനത്തിന് അവസരമൊരുക്കിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.